ഹലോ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന് അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടുള്ള പൊസിഷണൽ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് മോർഫോജനിക് മൂവ്മെൻറ്റ്സ് അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാറ്റേൺ ഫോർമേഷനെ കുറിച്ച് പഠിച്ചിരുന്നു. പാറ്റേൺ ഫോർമേഷൻ്റെ രണ്ട് ഭാഗങ്ങളാണ് ആക്സിസ് സ്പെസിഫിക്കേഷനും അതുപോലെ തന്നെ റീജിയണൽ സ്പെസിഫിക്കേഷൻ അഥവാ പൊസിഷണൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചും മോർഫോജനിക് മൂവ്മെൻറ്റ്സിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീജിയണൽ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. റീജിയണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാസ്റ്റോമിയറിനകത്ത് ഓരോ സെഗ്മെൻറ്റും ആ സെഗ്മെൻറ്റിനകത്തുള്ള സെൽസ് അതിൻ്റെ പൊസിഷണൽ വാല്യൂ, അതിൻ്റെ കറക്റ്റ് പൊസിഷണൽ വാല്യൂ ലഭിക്കുക, അതിനെയാണ് റീജിയണൽ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പ്രോസസ് ബൈ വിച്ച് ഈച്ച് സെഗ്മെൻറ്റ് ഇസ് ഗിവൺ എ പൊസിഷണൽ വാല്യൂ സോ ദാറ്റ് ഇറ്റ് സെൽസ് ക്യാൻ ബിഹേവ് ഇൻ എ കറക്റ്റ് മാനർ ടു ജനറേറ്റ് റീജിയണലി അപ്രോപ്രിയേറ്റ് സ്ട്രക്ചേഴ്സ്. ഡ്രോസോഫിലയിൽ നോക്കുകയാണെങ്കിൽ ഈ പൊസിഷണൽ വാല്യൂസ് അതിൻ്റെ ആൻറ്റീരിയോ പോസ്റ്റീരിയർ ആക്സിസിലായിരിക്കും. അവ ഗവേൺ ചെയ്യുന്ന ജീൻസിനെ ഹോമിയോട്ടിക് സെലക്ടർ ജീൻസ് എന്ന് വിളിക്കുന്നു. അഥവാ ഈ ഹോമിയോട്ടിക് സെലക്ടർ ജീൻസിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻസ് നടക്കുകയാണെങ്കിൽ അതിനെ ഹോമിയോസിസ് എന്നാണ് വിളിക്കുന്നത്. ആ ഫിനോമിനനെ ഹോമിയോസിസ് എന്നാണ് വിളിക്കുന്നത്. ഹോമിയോസിസ് എന്നാൽ ഇൻ വിച്ച് വൺ ബോഡി പാർട്ട് ഡെവലപ്സ് വിത്ത് ദ ലൈക്ക്നെസ് ഓഫ് ദി അതർ. ഒരു ബോഡി പാർട്ട് മറ്റൊരു ബോഡി പാർട്ടിൻ്റെ പോലെ അല്ലെങ്കിൽ മറ്റൊരു ബോഡി പാർട്ടിൻ്റെ അതേ ലൈക്ക്നെസ്സോടു കൂടി ഡെവലപ്പ് ചെയ്യുക, അതിനെയാണ് ഹോമിയോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ ഹോമിയോസ്റ്റിക് മ്യൂട്ടൻസിനകത്ത് ഒരുപാട് ഡിസയർ ആയിട്ടുള്ള ഫീനോടൈപ്സ് നമുക്ക് ലഭിക്കും. അതായത് ഒരു ഉദാഹരണമാണ് ഡോമിനൻ്റ് ആൻറ്റിനാപീഡിയ മ്യൂട്ടൻ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ആൻറ്റിനയുടെ സ്ഥാനത്ത് ഇൻസെക്ട്സിന് ലെഗ്സ് വളരുക. ഇൻ മോസ്റ്റ് ഡ്രോസോഫില ഹോമിയോട്ടിക് സെലക്ടർ ജീൻസ് ആർ ഓർഗനൈസ്ഡ് ഇൻ 2 ക്ലസ്റ്റേഴ്സ്. 2 ക്ലസ്റ്ററുകളായിട്ട് ക്രോമസോം 3-ലാണ് ഇവ അറേഞ്ച് ചെയ്തേക്കുന്നത്. ആൻറ്റിനാപീഡിയ കോംപ്ലക്സ് എന്നും ബൈത്തൊറാക്സ് കോംപ്ലക്സ് എന്നുമാണ് ഇവയുടെ ഈ ക്ലസ്റ്റേഴ്സിൻ്റെ പേര്. These 2 complexes of homeotic genes correspond to single homeotic complex HOMC found in most other insects and to Hox complexes found in vertebrates and animals. ഈ ഹോമിയോട്ടിക് ജീൻസ് ഒരു സിംഗിൾ കോംപ്ലക്സ് ആയിട്ടാണ് മിക്ക ഇൻസെക്റ്റുകളിലും കാണാൻ സാധിക്കുക. വെർട്ടിബ്രേറ്റ്സിലും അതർ അനിമൽസിലുമൊക്കെ ഇതിനെ ഹോക്സ് കോംപ്ലക്സസ് എന്ന് വിളിക്കുന്നു. ഈ ഹോംസി ജീൻസിൻ്റെ അല്ലെങ്കിൽ ഹോമിയോട്ടിക് കോംപ്ലക്സിൽ പെടുന്ന ജീൻസാണ് ANT-C, BX-C എന്നിവ. അവ ഡ്രോസോഫിലയിൽ കാണാനായിട്ട് സാധിക്കും. ഇവയെ നമുക്ക് ഹോംസി ജീൻസ് എന്ന് വിളിക്കാം. ഇൻ ഡ്രോസോഫില ഹോംസി ജീൻസ് കണ്ടെയ്ൻ എ ടോട്ടൽ ഓഫ് 8 ഹോമിയോട്ടിക് സെലക്ടർ ജീൻസ്. എത്ര ഹോമിയോട്ടിക് സെലക്ടർ ജീൻസ് ഉണ്ട്? 8. അതിനോടൊപ്പം തന്നെ ഡെവലപ്മെൻറ്റൽ ജീൻസുമുണ്ട്. ബൈക്കോയിഡ്, ഫുസി താർസു, സെർക്കുനട്ട്, ഇതൊക്കെയാണ് ഈ ഹോമിയോട്ടിക് ഡെവലപ്മെൻറ്റ് ജീൻസിൻ്റെ പേര്. ഹോംസിയിൽ ഒരു റെഗുലേറ്ററി എലിമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഹോംസി ജീന് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനെ കോഡ് ചെയ്യുന്നു. അതിനെ ഹോമിയോ ഡൊമെയിൻ എന്നാണ് വിളിക്കുന്നത്. ഈ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനെ കോഡ് ചെയ്യുന്ന ജീൻസിനെ നമ്മൾ ഹോമിയോബോക്സ് ജീൻസ് എന്ന് വിളിക്കുന്നുണ്ട്. ഹോംസി ഓർ ഹോക്സ് കോംപ്ലക്സ് ജീൻസ് ആർ സ്പെഷ്യലൈസ്ഡ് സബ്സെറ്റ് ഓഫ് ലാർജ് ഫാമിലി ഓഫ് ഹോമിയോബോക്സ് ജീൻസ് and they play fundamental role in anterior-posterior axis in animals. ഡ്രോസോഫില്ലർ ഹോമിയോട്ടിക് സെലക്ടർ ജീൻസ് ജീനോമിൽ ക്ലസ്റ്റേർഡ് ആയിട്ടാണ് കാണുക. അതുപോലെ തന്നെ ഇവ എൻകോഡ് ചെയ്യുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എല്ലാം ഒരേ ടൈപ്പിലുള്ളതായിരിക്കും.
ഇവയുടെ സ്പേഷ്യൽ ഓർഡർ, അതായത് എങ്ങനെയാണ് ഈ ജീൻസ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് നോക്കുകയാണെങ്കിൽ ക്രോമസോമിലുള്ള ജീൻസിൻ്റെ അതേ ഓർഡറിലായിരിക്കും, എക്സാക്ട്ലി ടു ദ ഓർഡർ ഓഫ് ജീൻസ് അലോങ് ദി ക്രോമസോം. അതുകൊണ്ട് തന്നെ ജീൻസ് അറേഞ്ച് ചെയ്തേക്കുന്നത് പോലെ തന്നെ ഈ ഹോംസി ജീൻസും അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഈ പ്രോസസ്സിനെ കോലീനിയാരിറ്റി എന്ന് വിളിക്കുന്നു. ഈ ജീൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഓവർലാപ്പിംഗ് പാറ്റേണിലാണ്. പ്രത്യേകിച്ചും പോസ്റ്റീരിയർലി എക്സ്പ്രസ്ഡ് ജീൻസ് ആണിവ. എന്ന് പറഞ്ഞാൽ ആൻറ്റീരിയർ ബൗണ്ടറീസ്, ഷാർപ്പ് ആൻറ്റീരിയർ ബൗണ്ടറീസ് ഉള്ള ജീൻസാണ്. ദേ ഹാവ് ഷാർപ്പ് ആൻറ്റീരിയർ ബൗണ്ടറീസ്. എന്ന് പറഞ്ഞാൽ പോസ്റ്റീരിയർ ഡോമിനൻസ് കാരണം in which the genes are negatively regulated by homeotic gene products expressed in more posterior regions. അതിൻ്റെ സ്ട്രോങ്ങസ്റ്റ് എക്സ്പ്രഷൻ എന്നാൽ ആൻറ്റീരിയർ മാർജിനിലായിരിക്കും. ഇവയുടെ എക്സ്പ്രഷൻസ് കൂടുതലും ആൻറ്റീരിയർ മാർജിനിലായിരിക്കും സ്ട്രോങ് ആയിട്ട് ഉണ്ടാവുക. അടുത്തത് നമുക്ക് മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ബ്ലാസ്റ്റോമിയറിൻ്റെ ഒരു സെല്ലുലാർ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ സിമ്പിൾ മോണോ ലെയർ ആയിട്ടായിരിക്കും ബ്ലാസ്റ്റോഡേം ഉണ്ടാവുക. അപ്പം എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നടക്കുമ്പോൾ ഇത് 2 ഡയമെൻഷണൽ സ്ട്രക്ചറായിട്ടും 3 ഡയമെൻഷണൽ ബോഡി പാറ്റേണുമായിട്ടൊക്കെ അവ ട്രാൻസ്ഫോം ചെയ്യും. ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സിംഗിൾ ലെയേർഡ് ആയിട്ടുള്ളതിനെ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ട്രൈ ഡയമെൻഷനലായിട്ട് മാറുന്നു. ഇതിനെ മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നു. മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ് നടക്കാൻ വേണ്ടിയിട്ട് ഗ്രോത്തും അതുപോലെ തന്നെ ചില റീജിയൻസിൻ്റെ ഇൻഫോൾഡിങ്സും ഒക്കെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സെൽസ് ചിലപ്പോൾ സെഗ്രിഗേറ്റ് ആകും. എംബ്രിയോയുടെ അകത്തേക്കും ഒക്കെ ഇവ ഇൻവാജിനേറ്റ് ചെയ്തു പോകും. Most of the elementary morphogenetic movements found in the embryos of other animal species, invagination, involution, ingression, delamination, ഇതൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ഡ്രോസോഫില്ലയുടെ എംബ്രിയോജനിസിസിനകത്തും നമുക്ക് ഈ പറയുന്ന മോർഫോജനറ്റിക് മൂവ്മെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും. ഇവയൊക്കെ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇൻവാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രുലേഷൻ്റെ സമയത്ത് സംഭവിക്കുന്ന ഒരു മെക്കാനിസമാണ്. മൂവ്മെൻറ്റ് ഹാപ്പൻസ് മോസ്റ്റ്ലി ഇൻ ദ വെജിറ്റൽ പോൾ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് folding of an area of exterior sheet of cells towards the inside of the blastula. ബ്ലാസ്റ്റുലയുടെ ഇന്നർ റീജിയനിലേക്ക് ഷീറ്റ്സ് ഓഫ് സെൽസ് അറേഞ്ച് ചെയ്യുന്നു. അടുത്തത് ഇൻവല്യൂഷൻ എന്നാൽ ഷ്രിങ്കിങ് ഓർ റിട്ടേൺ ഓഫ് ആൻ ഓർഗൻ ടു എ ഫോർമർ സൈസ്. നേരത്തെ ഉണ്ടായിരുന്ന സൈസിലേക്ക് ഓർഗൻ ചുരുങ്ങുക. At cellular level, involution is characterized by the process of proteolysis of basement membrane, leading to epithelial regression and apoptosis with accompanying stromal fibrosis. പിന്നുള്ളത് ഇൻഗ്രഷൻ എന്ന് പറഞ്ഞാൽ അവയുടെ സെൽസിന് ഒരു അഫിനിറ്റി ഉണ്ട്. സർഫസിനോടും അതുപോലെ തന്നെ തമ്മിൽ സെൽസിനോടുമൊക്കെ ഒരു അഫിനിറ്റി ഉണ്ട്. ആ അഫിനിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഷേപ്പും അതുപോലെ തന്നെ സ്ട്രക്ചറും ഒക്കെ കിട്ടുന്നത്. ഇൻഗ്രഷൻ എന്നാൽ സെല്ലുകളുടെ ഈ അഫിനിറ്റി ലൂസ് ചെയ്യുക. The affinity for hyaline layer to which their apical surface is attached
they lose this affinity. The ingressing cells will then apically construct and alter their cellular architecture through a dramatic reorganization of their cytoskeleton. ഇൻഗ്രഷൻ മൂലം അപ്പിക്കലി കൺസ്ട്രക്റ്റ് ചെയ്യും, ചുരുങ്ങുകയും അതുപോലെ തന്നെ അതിൻ്റെ സെല്ലുലാർ ആർക്കിടെക്ചറിനെ മാറ്റിമറിക്കാനും ഈ ഒരു ഇൻഗ്രഷന് സഹായിക്കും. അതോടുകൂടി നമ്മുടെ സൈറ്റോസ്കെലിറ്റൻ റീഓർഗനൈസ് ചെയ്യാനും ഇൻഗ്രഷൻ കൊണ്ട് സാധിക്കും. താങ്ക് യു.